എണീറ്റുള്ളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇനിയിപ്പോൾ ഇത് ഫ്രഷ് ആവട്ടെ. നേരെ ഡ്യൂട്ടി കയറാൻ പോകണം. ടൈം അടിപ്പിച്ചേ. നേരെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് സൂര്യനൊക്കെ നേരത്തെ വരാൻ തുടങ്ങി. അതിൻ്റെ ടൈം തന്നെ അത് മറന്നുപോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി പുറത്ത്. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. വിശക്ക്. ഫുഡെല്ലാം റെഡിയാക്കി ഇനി ഇതും കഴിക്കുക. നേരെ കയറി പോകത്തേന്. ഇപ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലെവലും ഡൗൺ ആവുന്നു, സൈഫ് എന്ന് പറഞ്ഞാൽ അതും ഡൗൺ ആവുന്നു. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയി അഡ്ജസ്റ്റ് ചെയ്തേക്കും രണ്ടും. ഇപ്പം കമ്പ്യൂട്ടറിലൊന്ന് ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. ഫ്ലൈനൊന്ന് പോയി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുന്നത്. കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. ഞാൻ അടുത്ത കൂടി പോയി നോക്കണം. എന്തെങ്കിലും കുഴപ്പമില്ല, സെറ്റാണ്, ഓക്കെയാണ്. വലുതായിട്ടുണ്ട് കേട്ടോ. അത് ഇത് കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയ വെള്ളമൊഴി സെറ്റാകണം. വെള്ളമൊഴിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിൽക്കുക, എന്നിട്ട് പോയി ഫ്രഷ് ആകുക. അത് തന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നിൽക്കുക, അത് തന്നെ. ബോഡിയിൽ നിന്ന് കുറച്ച് തണുക്കട്ടെ. പുറത്തുള്ള ചൂട് കൊണ്ട് നല്ല ഇതായി. നേരെ ചെല്ലുക, അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. വീട്ടിൽ വളർന്നു തുടങ്ങിയല്ലേ. നോമ്പ് തീരട്ടും. നോമ്പ് തീർന്നിട്ട് വെട്ടിയങ്ങ് എല്ലാം തള്ളണം. അപ്പോൾ അതൊന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ട്, കാരണം സൈഫ് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇന്ന് ചെയ്യില്ല, കുഴപ്പമില്ല കേട്ടോ. സൈഫ ഇന്ന് ചെയ്യണ്ട, അവൻ വന്നിട്ട് ചെയ്തോ, കുഴപ്പമില്ല, ലെവലുണ്ട്. ഔട്ട് ഇതുവരെ ഇപ്പം പോയി തുടങ്ങിയിട്ടില്ല. വൈകുന്നേരം പോയി തുടങ്ങുക, അതിന് ശേഷം ചേഞ്ച് ചെയ്യാന്നത് കുഴപ്പമില്ല. രാത്രി അത് അഡ്ജസ്റ്റ് ചെയ്താൽ ഓടിക്കോളും. നമ്മളെ ലെവൽ ഡൗൺ ആയി ഇപ്പം കൂടി തുടങ്ങി, അതും കുഴപ്പമില്ല. ഇനി ഇറങ്ങട്ടെ, ഇനി വേറെ ഒന്നും നോക്കാനില്ല. ഇനി ഓക്കെ അല്ല, ഇപ്പം സെറ്റാണ്. ഇനി ഫോൺ മോനൊക്കെ കൊടുക്കുക, അവൻ നോക്കിക്കോളും. ഞാൻ ഇപ്പോൾ പുറത്ത് വിട്ടു. അടുത്ത ചെയ്യുന്നത് തയ്യാറാണ്. ഇവിടെ പൊടിച്ച് തുടങ്ങി. പുല്ലു പോലത്തെ സാധനമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പൊടിക്കും. 7-8 ദിവസം കൊണ്ട് അത് പൊടിക്കും. തറ റെഡിയാക്കി അവർ അടുത്ത വിത്തിടാൻ വേണ്ടി. വെള്ളമൊക്കെ ഒഴിച്ചെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കപ്പാതൊക്കെ എത്തി. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോഴേ തലയൊക്കെ കറങ്ങണം. ഈ എക്സസൈസ് ചെയ്തിട്ട് നിൽക്കില്ല, അത് അതേ ഒരു വൈബാണ് ഇപ്പം. ഫുള്ള് ചുറ്റുകൾ അതാണ്. ഏകദേശം റോട്ടിലോട്ട് കയറാൻ പോകണം. പ്ലോട്ട് എത്തി. നേരെ പോയി എനിക്ക് കട വരെ പോകണം. അപ്പോൾ ഇത്തിരി ദൂരം നടക്കേണ്ടത്. നേരെ അങ്ങ് പോകണം. എന്താ ഞാൻ നേരെ പോയിട്ടു. ഇവിടെ നിന്നാണ് ഞാൻ എടുക്കണം. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്നാണ് ഫ്രൂട്ട്സ്. ഈ വീഡിയോ കണ്ടോ? കാരണം ഇത് മിക്കവാറും ഒരു 3 മാസം കൊണ്ട് ഇത് വീടൊന്നും കാണില്ല. അത് ഉണ്ടായിരുന്നെന്ന് എന്തെന്ന് മനസ്സിലാവൂല. വീടോ കടയോ സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും ആവും. അത് ഈ ആട് കണ്ട പട്ടിയെ പോലെ ഉണ്ടല്ലേ. കണ്ട വിളിക്കുന്നതല്ല, പറയണത് ആടിൻ്റെ സൗണ്ട് തന്നെ. അതിന് കാണാൻ പട്ടിയെ പോലെ നാടൻ പട്ടി ഉണ്ടല്ലോ, അതുപോലെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഇടാം. ഇവിടുന്നാണ് നമ്മളാ എണ്ണയിൽ പൊരിക്കുന്ന ഇതുണ്ടല്ലോ, ബേസൻ ഇതെടുക്കാൻ പറഞ്ഞു. അത് മലയാളത്തിൽ എന്തിൻ്റെ പൊടി എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതാണ് കാര്യം. നോക്കട്ടെ എത്ര രൂപ നോക്കട്ടെ. സ്റ്റോക്ക് പുതിയത് നോക്കട്ടെ. ഞാൻ നോക്കണേ കിട്ടണില്ല കേട്ടോ. സൈഡിൽ നോക്കി കിട്ടണില്ല. സ്റ്റാഫിനെ ഒന്നിനെയും കണ്ടില്ല. അതാണ് വിഷയം. അല്ലെങ്കിൽ എടുത്തിട്ട് പോകാമായിരുന്നു.
പൈസ ശകലം അടിപൊളി സാധനം ചിലവാക്കിയിട്ടുണ്ട്. വേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, എന്ന് ശകലം കൂടുതലാണ്. ഒമാനി ഹലുവ കണ്ട, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയെന്ന്. അല്ല പിന്നെ മനസ്സിലല്ല, അതാണ് സ്പെൻഡ് മണി മാൻ. 4 റിയാല് 500 പൈസ, ഏകദേശം 1100 അടുപ്പിച്ചായി ഇത്രയും സാധനത്തിന്. എനിക്ക് തോന്നുന്നു പാത്രത്തിനാണ് കുറച്ച് പൈസയും തോന്നുന്നു. 1.5 റിയാൽ ഇതിന് ഞാൻ തോന്നുന്നു പാത്രത്തിന് വേണ്ടി ഉണ്ടാക്കി കിടക്കുന്നു. മറ്റുണ്ടല്ലോ കൊട്ട ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ് അടപ്പിന്. ഇത് ഫുള്ളും വൃത്തിയാക്കണം. ഡബ്ബ ഫുള്ള് നിറഞ്ഞു, അതും എടുത്ത് കളഞ്ഞ് സെറ്റാക്കിയിട്ട് അങ്ങ് പോയിട്ട് വരണം, ചെക്ക് ചെയ്യാൻ വേണ്ടി വരണം. അത് ഇത് കളയട്ടെ എല്ലായിടത്തും. അത് കൊണ്ട് കളഞ്ഞ് വന്നു. ഞാൻ അടുത്തെന്ന് പറഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അത് തന്നെ. കൊള്ളാം, വ്യത്യാസമൊന്നുമില്ല, വെറൈറ്റി ഒന്നുമില്ല. ഒന്നിക്കുക അത് തന്നെ. ഇപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റാകട്ടെ. സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണല്ല, ഒന്നും കുഴപ്പമില്ല, സെറ്റാണല്ല. ഇനി പോയി നോക്കട്ടെ എന്തൊക്കെ. ഇന്നത്തെ നോമ്പ് മുറിക്കുന്നത് ഇത് ചിക്കനും കറി കൂടുതലുണ്ടാക്കി, പിന്നെ റൈസ്. ഓക്കെയാ നോമ്പ് മുറിക്കുന്നത്. അപ്പോൾ ഓക്കെയാണ്. ഫോൺ ചാർജ് ചെയ്തിട്ട് നേരെ പോവുകയാണ്. പരിപാടി എല്ലാം കഴിഞ്ഞു. അവരും കുറേ തന്നു കൊണ്ടുവച്ചിരിക്കുന്നു. ഇപ്പം ചിക്കനും അതൊക്കെ കഴിച്ച് ഇതുവരെ ഇനി ശ്വാസം മുട്ടും ഇത്രയും കഴിച്ചിറങ്ങിയത് തന്നെ 7-8 മനസ്സിലല്ല. അപ്പം എത്ര കഴിച്ചാണ്? 40 മിനിറ്റ് കൊണ്ട് അത് തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.